Hello students, welcome back to MathSavant. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് a³ plus b³ plus 6abc equal to 8c³ and it is given that omega is the cube root of unity. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ ഏത് റിസൾട്ട് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒമേഗ ക്യൂബ് 1 ആണ് എന്ന് പറയുന്ന റിസൾട്ട് ഇതിനകത്ത് യൂസ് ചെയ്ത് നമ്മൾ ഇതിൽ ഏതെങ്കിലും റിസൾട്ട് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ ലെറ്റ്സ് റൈറ്റ് ദിസ് ആസ് a³ പ്ലസ് സേ ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ b³ നമുക്ക് b ഒമേഗ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. എന്താ കാര്യം, ഒമേഗ ക്യൂബ് 1 ആണ്. അപ്പോ ബി ക്യൂബിന്റെ കൂടെ ഒമേഗ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വ്യത്യാസം വരില്ല. ബി ക്യൂബ് ഇൻറ്റു 1 ബി ക്യൂബ് തന്നെയാണ്. അപ്പൊ ബി ഒമേഗ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി അവിടെ ഒമേഗ ക്യൂബ് 1 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 8c³ ഇപ്പുറത്ത് കൊണ്ടുവരാം. മൈനസ് അല്ലെങ്കിൽ പ്ലസ് എന്ന് എഴുതാം. പ്ലസ് ഈ 8c³ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് മൈനസ് ആയി അല്ലേ. സോ മൈനസ് 2c ഒമേഗ സ്ക്വയർ ദ ഹോൾ ക്യൂബ് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ് എഴുതിയത്? c³ ആയിക്കോളും. ഒമേഗ സ്ക്വയറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് ടു 6 ആണ്. അത് 1 ആണ്. കാരണം ഒമേഗ ക്യൂബ് 1 ആണ്. അപ്പൊ ഒമേഗ സ്ക്വയറിന്റെ ക്യൂബ് ആയാലും ഒമേഗ ക്യൂബിന്റെ സ്ക്വയർ ആയാലും എന്താണ്, ഒമേഗ റേസ് ടു 6 ആണ്. അത് 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. 8c³ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈക്വൽ ടു, ഇനി എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന 6abc നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ അതും നെഗറ്റീവ് ആവും. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ആസ് മൈനസ് 6abc ആണ് അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 ഇൻറ്റു abc, ശരി a അവിടെ കിടക്കട്ടെ, ഇൻറ്റു bc ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? bc എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഇവിടെ നമുക്ക് b ഒമേഗ ഉണ്ട്, ഇവിടെ c ഒമേഗ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ bc എന്ന് പറയുമ്പോഴത്തേക്ക് b ഒമേഗ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് എഴുതിയത്? ഇവിടെ b ഒമേഗ ഉള്ളത് കൊണ്ട്. ഇനി ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു മൈനസ് 2c ഒമേഗ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പോ അതിവിടെ എഴുതി നോക്കാം. ഈ 3 ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഈ മൈനസ് ബ്രാക്കറ്റ് എന്ന് കൊടുക്കാം. മൈനസ് 2c ഒമേഗ സ്ക്വയർ എഴുതി നോക്കാം. എന്താ സംഭവിക്കാൻ നോക്കാം. ഒമേഗ സ്ക്വയർ ഒമേഗ ഒമേഗ ക്യൂബ് ആയി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനെ കൊണ്ട് ശക്തിയൊന്നുമില്ല. c ഇവിടെ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? c ഇവിടെ ഉണ്ട്, 6abc c ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ b ഇവിടെ ഉണ്ട്, a ഇവിടെ ഉണ്ട്. 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 ആയി. അപ്പൊ തോന്നപ്പോഴത്തേക്ക് മൈനസ്. ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയി. ചുരുക്കി പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ഈ ഫോമിൽ എഴുതി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? കാരണം നമുക്കറിയാം ഒരു ഐഡന്റിറ്റി ഉണ്ട്, a³ പ്ലസ് b³ പ്ലസ് c³. ഇത് മൂന്നും ക്യൂബ് അല്ലേ. ക്യൂബായ 3 സംഖ്യകളുടെ സമ്മാണ് അല്ലേ. അപ്പൊ 3 ക്യൂബിന്റെ സമ്മാണ്. അപ്പൊ നമുക്കറിയാം a³ പ്ലസ് b³ പ്ലസ് c³ ഈക്വൽ ടു എന്താ കിട്ടിയിരിക്കുന്നത്? ഈക്വൽ ടു 3 ടൈംസ് ആദ്യത്തെ എന്തിന്റെ ക്യൂബാ? എന്റെ ക്യൂബാണ്. ആ എ ഇവിടെ ഉണ്ടല്ലോ. രണ്ടാമത്തെ എന്താണ്? ബി ഒമേഗയുടെ ക്യൂബാണ്. അത് ഇവിടെ ഉണ്ടല്ലോ. മൂന്നാമത്തേത് മൈനസ് 2c ഒമേഗ സ്ക്വയറിന്റെ ക്യൂബാണ്. അതും ഇവിടെ ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇത് a³ പ്ലസ് b³ പ്ലസ് c³ ഈക്വൽ ടു 3abc ആണ്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന എയും ഈ ഐഡന്റിറ്റി അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ നമുക്ക് മാറ്റി xyz ആക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഈ എയും ആ ബിയും എല്ലാം കൺഫ്യൂസ് ആക്കണ്ട. അപ്പോ x³ പ്ലസ് y³ പ്ലസ് z³ എന്ന് പറയുന്നത് എന്താണ്? 3xyz ആണെങ്കിൽ ആണല്ലോ ഇവിടെ അല്ലേ. അപ്പം ഇവിടെ x എന്ന് പറയുന്ന a ആണ്, y എന്ന് പറയുന്ന b ഒമേഗയാണ്, z എന്ന് പറയുന്നത് മൈനസ് 2c ഒമേഗ സ്ക്വയർ ആണ്. ഈക്വൽ ടു എന്താണ്? 3 ടൈംസ് xyz ആണ്. ശരിയല്ലേ? അങ്ങനെ ആവണമെങ്കിൽ ഒരു കണ്ടീഷനിൽ മാത്രമേ അങ്ങനെ ആവത്തുള്ളൂ. എന്താണ്? x പ്ലസ് y പ്ലസ് z 0 ആകുമ്പോൾ മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഈ ഫോമിലാക്കിയത്. ഈ സ്റ്റെപ്പാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇനി എങ്ങനെ എഴുതാൻ പറ്റും?
എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് ഈക്വൽ ടു 3xyz ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 0 ആണ്. അതായത് ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് ഈക്വൽ ടു 3xyz ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതായത് എ പ്ലസ് ബി ഒമേഗ പ്ലസ് മൈനസ് 2c ഒമേഗ എന്താണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? എ പ്ലസ് ബി ഒമേഗ മൈനസ് 2c ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. പ്രൂവ് ചെയ്തല്ലോ, സിമ്പിൾ അല്ലേ? അപ്പോ എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇത് റീഅറേഞ്ച് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ഒമേഗ ക്യൂബ് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ ഐഡന്റിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 0 ആണെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും.